ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ മലയാള സിനിമ കണ്ടിറങ്ങിയേക്കാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഓവറോൾ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് എന്താണ് എന്നൊക്കെ അറിയാം നമുക്ക്. ഈ സിനിമയ്ക്കകത്ത് സ്റ്റാർ ചെയ്യുന്നത് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ് ആൻഡ് വിശാഖ് നായ. ബാക്കി എന്താണെന്നറിയത്തില്ല. ഇവർ വിക്കിപീഡിയയിലായാലും ബാക്കി ഇത് ഈ സിനിമയുടെ നിങ്ങൾ യൂട്യൂബ് ട്രെയിലർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് പോലും ഇവർ എൻ്റെ കാസ്റ്റിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. കുറെ പുതിയ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട് അതിനകത്ത്, കുറച്ച് പുതിയ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പേരും കൂടെ മെൻഷൻ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ സിനിമയ്ക്കകത്ത് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളി. എല്ലാവരും അവർക്ക് കൊടുത്തേക്കുന്ന റോള് നല്ല അടിപൊളിയായിട്ട് അസലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അസലായിട്ട് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നമുക്ക് ശരിക്കും ഇപ്പം ഇതിനകത്ത് ഒരു സിനിമയ്ക്കകത്ത് ഒരു ഹീറോ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഒരു വില്ലൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്ന കുറേ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ നടിമാരും നടന്മാരും ഉണ്ട് ഇതിനകത്ത്. പുതിയ നടിമാർ മോസ്റ്റ്ലി. അപ്പോൾ അവരുടെയൊക്കെ ആക്ടിങ് കണ്ടുള്ള ശരിക്കും നമുക്ക് ഒരൊറ്റ ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കാൻ തോന്നുന്നു. അമ്മാതിരി ലെവൽ ആക്ടിങ് ആണ് ചെയ്തേക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മലയാള സിനിമയിൽ വില്ലന്മാർക്ക് നമുക്ക് ശരിക്കും ഒരു പേഴ്സണൽ വെഞ്ചൻസ് തോന്നും അവരോട്. ഈ അവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരടി അങ്ങ് വെച്ചു കൊടുക്കാൻ തോന്നും. അമ്മാതിരി ആക്ടിങ് ആണ് ഇതിനകത്തെ പുതിയ ആക്ടേഴ്സ്. അതും ഇതൊക്കെ അവരുടെ ആദ്യത്തെ സിനിമയാണ്. കുറച്ച് പേരുടെ ഇതിനകത്തെ ആദ്യത്തെ സിനിമയാണ്. എന്നിട്ട് പോലും ഇമാതിരി ലെവൽ പെർഫോമൻസ് ആണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജിത്തു അഷ്റഫാണ്. ഈ പുള്ളിയുടെ ഇതിന് മുമ്പത്തെ ഫിലിംസ് എന്ന് പറയുമ്പോൾ നായാട്ട്, ആരവം, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ ആക്ഷൻ ഹീറോ ബിജുവിലും പുള്ളി ഇത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് പുള്ളിയുടെ പക്ഷേ ഒഫീഷ്യലായിട്ട് പുള്ളിയുടെ ആദ്യ സിനിമയാണ്. ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എന്താണോ ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് ആദ്യം തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് എന്നുള്ള അങ്ങനെ പറയാനില്ല. സത്യം പറഞ്ഞാൽ ഉള്ള നെഗറ്റീവ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി എനിക്ക് മാത്രം തോന്നിയ ഒരു നെഗറ്റീവ് ആയിരിക്കാം ഇത്. കൂടുതൽ ആൾക്കാർ ബോധർ ചെയ്യാൻ ഒട്ടുമേ ചാൻസ് ഇല്ല. പക്ഷെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്പീഡിലാണ്. ഭയങ്കര നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഒരു മൂമെന്റ് ഇല്ല. ഇങ്ങനെ വിട്ടടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അത് ഒരു പോയിന്റിൽ നോക്കുമ്പോൾ ഇവർക്ക് ഇന്റർവെല്ലിന് മുമ്പേ അവർക്ക് ഇത്രയും കഥ അവർക്ക് കാണിച്ച് തീർക്കണം എന്നുണ്ട്. അപ്പം അത് ചില പോയിന്റ്സിലൊക്കെ ഇത്തിരി റഷ് ചെയ്ത് പോകുന്ന പോലെ ഉണ്ടെന്ന് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലല്ല, ഫസ്റ്റ് ഹാഫിൽ മാത്രം ഭയങ്കരമായിട്ട് റഷ് ചെയ്യുന്ന പോലെ ഇത്തിരി എനിക്ക് തോന്നിയായിരുന്നു. ഒരു കാഷ്വൽ ഓഡിയൻസിനെ അല്ലെങ്കിൽ ബാക്കി ആരെയൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. ഇതൊക്കെ നിങ്ങളിങ്ങനെ സിനിമേനെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് എല്ലാ കുഞ്ഞുകാര്യങ്ങളും നോക്കുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ റഷായിട്ട് കാണിക്കുന്ന അവരത്രയും തന്നെ ഡീപ്ലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ അവർ ഒരു സീൻ തന്നെ ഞാൻ സ്കൂളിൽ സ്പോയിലേഴ്സ് ഞാൻ തരുന്നില്ല, പക്ഷെ ഒരു സീനിന്റെ തന്നെ അവർ 2-3 വേർഷനൊക്കെ അവർ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു സംഭവം കാണുന്നത് അതിന്റെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, പിന്നെ വേറെ അതേ സെയിം സീൻ തന്നെ വേറെ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് അങ്ങനെ 1-2 നമുക്ക് ആ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന സംഭവം ഭയങ്കര കുറച്ചൊരു ഡീപ്പിലി കാണിച്ചിട്ടുണ്ട് അവർ സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അവർ അവരുടെ സമയം എടുത്ത് തന്നെയാണ് സ്റ്റോറി നന്നായിട്ട്. ഫസ്റ്റ് ഹാഫിൽ അവർ എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ അതൊക്കെ അവർ സെക്കൻഡ് ഹാഫിൽ നല്ല സമയം എടുത്ത് ഡെവലപ്പ് ചെയ്ത് ബിൽഡപ്പ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അവർ. കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഈ സിനിമ മൊത്തം പോസിറ്റീവ് ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ മൊത്തം തന്നെ പോസിറ്റീവാണ്. പക്ഷെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയ കുഞ്ചാക്കോ ബോബൻ. പുള്ളിയുടെ ഒരു ആക്ടിങ്, ഒരു പ്രസൻസും. ഐ തിങ്ക് ദിസ് ഇസ് ആർഗ്യുബിളി ഹിസ് ബെസ്റ്റ് ഫിലിം ഓർ ബെസ്റ്റ് വർക്ക് ദാറ്റ് ഹി ഹാസ് ഡൺ. ലൈക്ക് കുഞ്ചാക്കോ ബോബൻ എപ്പോഴും അടിപൊളി തന്നെയാണ്. പുള്ളി ചെയ്യുന്ന എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി പുള്ളിയുടെ എൻ്റയർ ലൈഫ് ഈ സാധനത്തിനോട് ഡെഡിക്കേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി ലെവൽ ആക്ടിങ് ആണ് കുഞ്ചാക്കോ ബോബൻ്റെ ഈ സിനിമയ്ക്കകത്ത്. അത് നന്നായിട്ട് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾക്ക് തോന്നും കുഞ്ചാക്കോ ബോബനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർ ക്ലിയർ ആയിട്ട് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ കുഞ്ചാക്കോ ബോബൻ എങ്ങനെയാണെന്ന് അവർ കാണിക്കും. പുള്ളി ഒരു ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയ അല്ലെങ്കിൽ ഒരു
എന്താ പറയുക, ഒരു ഡിപ്രഷനിലൊക്കെ പോയി നിൽക്കുന്ന ഒരാളാണ്. എപ്പോൾ വേണമെങ്കിലും തെറിക്കാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരാളെ അടിക്കാം, എപ്പോൾ വേണമെങ്കിലും തെറി വിളിക്കാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഞാൻ ഈ സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ ഒരു ട്രെയിലറും കാണാതെ ആണ് ചെന്ന് കണ്ടത്. എന്ന് വെച്ചാൽ പെട്ടെന്നൊക്കെ ചെന്ന് കാണുകയും ചെയ്തു. ഒരു ട്രെയിലറും കണ്ടിട്ടില്ല, ഒരു പാട്ടോ ഒരു കുന്തോ ഞാൻ ഈ സിനിമയെ പറ്റി റിലേറ്റഡ് ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് തിയേറ്ററിൽ കയറി കണ്ട് ഇറങ്ങി അങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ സിനിമ. എന്താ, നമുക്ക് ഓബ്വിയസ്ലി ഇതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ത്രില്ലർ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ആക്ഷൻ ത്രില്ലർ, ഒരു സീരിയസ് മൂഡിലോട്ടുള്ള ഒരു സിനിമ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും ആ സീരിയസ്നെസ്. കുഞ്ചാക്കോ ബോബൻ എവറി ബിറ്റിലും ആ സീരിയസ്നെസ് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ മാത്രമല്ല, ഇതിനകത്ത് ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തതാണ്, ഒരു ഹീറോയിൻ എന്തോരം പവർ ഉണ്ടോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് പവർ ഒരു വില്ലനും വേണം. കാരണം ഒരു വില്ലൻ അത്രയും സീരിയസ് അല്ല, അല്ലെങ്കിൽ ഒരു വില്ലൻ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഹീറോയ്ക്ക് പ്രത്യേകിച്ച് ആ കഥയിലൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഹീറോ ഇയാളെ അല്ലെങ്കിൽ ഇവരെ പെട്ടെന്ന് ഹീറോ തോപ്പിക്കും എന്നുള്ള ഒരു ഫീലുണ്ട് നമുക്ക്. വില്ലൻ വീക്ക് ആണെങ്കിൽ ഈ സിനിമയിൽ ആ ഒരു കുഴപ്പമില്ല. വില്ലൻ വീക്കല്ല, വില്ലന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വില്ലന്മാരുടെ ഒരു ഗ്യാങ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലന്മാരുണ്ട്. അതിനകത്ത് സാധാരണ വില്ലന്മാർ വരുമ്പോൾ എപ്പോഴും ആണുങ്ങൾ എന്തെങ്കിലും ഈ സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഇങ്ങനത്തെ സീരിയസ് മാറ്റേഴ്സിലൊക്കെ വരുമ്പോൾ എപ്പോഴും ആണുങ്ങൾ തന്നെയാണ് അതിനകത്ത് മെയിൻ വില്ലന്മാരായിട്ട് എടുക്കുന്നത്. അഗൈൻ അണ്ടർസ്റ്റാൻഡബിളി സോ, ലൈക്ക് ആണുങ്ങൾ തന്നെയാണ് ഈ മെയിൻ ഇങ്ങനത്തെ ക്രൈംസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് അവർ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ റിയാലിറ്റി കാണിച്ചിട്ടുണ്ട്. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ എ പ്ലേസ് ലൈക്ക് ബാംഗ്ലൂർ. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് വില്ലന്മാരുടെ ഗ്യാങ്ങിൽ 2 പെണ്ണുങ്ങളും ഉണ്ട്. അതപ്പോൾ അവർ ക്ലിയർ ആയിട്ട് അവരുടെ ആ ഒരു വില്ലേനിയസ് സൈഡും അവർ ചെയ്യുന്ന പ്രവർത്തികളും എല്ലാം ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ആദ്യമായിട്ട് മലയാള സിനിമയിലല്ല മൂവീസിൽ ആദ്യമായിട്ട് ചെറുതായിട്ട് ഇക്വാളിറ്റി വന്നെന്ന് വേണമെങ്കിൽ പറയാം. അതും സിനിമയിൽ ഒരു പോസിറ്റീവായിട്ട് തന്നെ കൗണ്ട് ചെയ്യാം. ഏകദേശം ഈ വില്ലന്മാരുടെ ഗ്യാങ്ങിലെ മെയിൻ ലീഡറായിട്ട് വരുന്നതാണ് വിശാഖ് നായർ. പുള്ളി ആനന്ദത്തിലൊക്കെ ഈ കുപ്പി എന്നൊക്കെ ഉള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് തോന്നിപ്പോയി ഈ ആള് ഇങ്ങനത്തെ ശരിക്കും പ്രവർത്തി ചെയ്യുമെന്ന്. കാരണം പുള്ളിയുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷനും പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറിയും ഒരു ഓവറോൾ ഒരു ഫേസ് കട്ടൊക്കെ ഭയങ്കര ആ ഒരു വില്ലൻ ലുക്ക് ശരിക്കും ഇതിനകത്ത് എടുത്തിങ്ങനെ കാണാം. പുള്ളി മാത്രമല്ല, ഇതിനകത്ത് ബാക്കി ചെയ്തേക്കുന്ന ആക്ടേഴ്സിന്റെ പേരൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ അവരും ഈ 2 ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്യാങ്ങിൽ 2 പെണ്ണുങ്ങളുണ്ട്, പിന്നെ ഈ പുള്ളിയുടെ കൂടെ ഒരു ചെറുക്കനും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു നമുക്ക് പേഴ്സണൽ വെഞ്ചൻസ് ഉള്ള പോലെ തോന്നും അവരുടെ അടുത്ത്. അമ്മാതിരി ലെവൽ വില്ലനിസം. ഈ സിനിമയ്ക്കകത്ത് 2-3 ആക്ഷൻ സീൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ആണെന്ന് തോന്നുന്നത്. 2 ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്. 2 അടിപൊളി ആക്ഷൻ സീൻസ്. ക്യാമറ മൂവ്മെന്റ്സും അതിന്റെ ക്യാമറ മൂവ്മെന്റ്സിന്റെ മറ്റേ ഈ സീൻ നടക്കുന്നതിന്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരാ ചെയ്തേക്കുന്നത്? അതോടെ മ്യൂസിക് ബൈ ജെക്സ് വിജയ്. പുള്ളിയുടെ മ്യൂസിക് ഈ സീനൊക്കെ നടക്കുന്നതിന്റെ പുറകിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം സീനിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. ആ ഒരു നമുക്ക് ആ എല്ലാ പഞ്ചും ഈ കുഞ്ചാക്കോ ബോബൻ അടിക്കുന്ന ഓരോ അടി, വില്ലന്മാരിങ്ങോട്ട് തിരിച്ചടിക്കുന്നോ കുഞ്ചാക്കോ ബോബൻ അങ്ങോട്ട് അടിക്കുന്നതോ എല്ലാം നമുക്കങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ ഫോക്കസ് ചെയ്തങ്ങ് ഇരിക്കുമല്ലേ, എന്താ സംഭവിക്കുക നമ്മളങ്ങനെ ചിന്തിച്ചങ്ങ് ഇരിക്കുക, ഇനി അടുത്ത എന്തുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ, സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്ന റോബിൻ വർഗീസ് രാജ് ആണ്. അടിപൊളി സിനിമാറ്റോഗ്രാഫി. ഒരു സീനുണ്ട് കുഞ്ചാക്കോ ബോബന്റെ ഒരു ഇങ്ങനത്തെ ഒരു സീനുണ്ട്. ക്യാമറയിലോട്ട് സ്റ്റെയർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ക്യാമറയിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സീൻ. അത് പെട്ടെന്ന് ആ ഒരു കളർ ഷിഫ്റ്റ് വരുന്നതും ആ ക്യാമറ ഇങ്ങനെ പൊക്കത്തോട്ട് മൂവ് ചെയ്യുന്നതും എല്ലാം അടിപൊളി, പൊളിച്ചടി. എല്ലാവരുടെ ഈ സിനിമയ്ക്കകത്ത് എല്ലാവരുടെ ആക്ടിങ്ങും, വില്ലന്മാരുടെ എസ്പെഷ്യലി വില്ലന്മാരുടെയും കുഞ്ചാക്കോ ബോബന്റെയും അടിപൊളി ആക്ടിങ് ശരിക്കും നമുക്ക് ബിലീവബിൾ ആയിട്ട് തോന്നും. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവര് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഇവരൊക്കെ ഇങ്ങനത്തെ പണി ഇവര് കാണിക്കുള്ളൂ. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു വില്ലനായിട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ആ ഒരു
എന്താ ഇതാ മറ്റേ ഡ്രഗ് യൂസ് ചെയ്യുന്ന പെങ്കൊച്ചല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബിലീവബിൾ ആയിട്ടുള്ള ഒരു ആക്ടിങ് എല്ലാവരുടെയും. അതും ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ഇവർ. ആദ്യമായിട്ട് സിനിമയിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും ഒരു ബിലീവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ്. ഞാൻ പൊക്കി കാണിക്കുന്നില്ല, എന്തായാലും ഹാറ്റ്സ് ഓഫ്. സിനിമാറ്റോഗ്രാഫിയും ടോപ്പ് നോച്ച്, മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്, എല്ലാം ഈ മറ്റേ ഡ്രമാറ്റിക് സീൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര നെഞ്ചിട്ടിക്കുന്ന ടൈപ്പ് സീൻസിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്കത് ആ ഇമ്പാക്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യും. ആരും നമുക്ക് തന്നെ വില്ലന്മാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടിക്കാനുള്ള ആ ഒരു ഫീല് വരുത്തും. അമ്മാതിരി ലെവൽ ഒരു ബാസും ഒരു എന്താ ഒരു ഭയങ്കര ഒരു ഷോക്ക് വാല്യൂ ഉണ്ടാക്കും. ആ മറ്റേ ജേക്സ് ബിജോയിന്റെ മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര എന്തെങ്കിലും നടക്കുന്ന ആ പെട്ടെന്ന് ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ടൈപ്പ് ഒരു ഫീലിംഗ് ഉണ്ട്. എല്ലാം അടിപൊളി ബ്രോ. ഈ സിനിമ പിന്നെ ഞാൻ കുറച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്ക്, എസ്പെഷ്യലി കുട്ടികൾക്ക് ഈ സിനിമ കാണിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പുള്ളിക്കാരി, ഒരു സ്ത്രീ, എന്താ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ തൊട്ടിപ്പുറത്ത്. ആ ഒരു പുള്ളിക്കാരി ഇങ്ങനെ ചില സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടച്ചിരിക്കുന്നു. എന്താ ഇങ്ങനെ വിറയ്ക്കുന്നു പുള്ളിക്കാരി, സീറ്റിൽ നിന്ന് വിറക്കി, ഇങ്ങനെ കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു പുള്ളിക്കാരിയുടെ. ചില ഇങ്ങനത്തെ ഭയങ്കര ഡ്രമാറ്റിക് സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും, ആൾക്കാരെ കൊല്ലുന്ന ടൈപ്പ് സീൻ അല്ലെങ്കിൽ കില്ലിങ് സീൻസ്, ആക്ഷൻ സീൻസ്, ഇതൊക്കെ വരുമ്പോൾ ഈ സ്ത്രീകളുടെ റിയാക്ഷനും കുറച്ച് കുഞ്ഞു പിള്ളേരൊക്കെ പുറകിലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞു പിള്ളേരെ ഒന്നും ഈ സിനിമ കാണിക്കാൻ കൊണ്ടുവരരുത്. കുഞ്ഞു പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വരെ ആയി പോകും. ഇതൊന്നും കുഞ്ഞു പിള്ളേരൊന്നും കാണിക്കാൻ നിൽക്കരുത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അടിപൊളി സിനിമ, എല്ലാ ലെവലിലും പീക്കാണ്. എനിക്ക് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു ഇത്തിരി, അതെനിക്ക് പേഴ്സണലി തോന്നുകയാണ്, ഇത്തിരി റഷ് ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ അവർ ആ റഷ് ചെയ്തതിന് അവർ സെക്കൻഡ് ഹാഫിൽ അത് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അവർ ആ റഷ് ചെയ്തതിൽ അവർ കൂടുതൽ സ്ലോ ഡൗൺ ചെയ്ത് ഫോക്കസ് ചെയ്ത് സ്റ്റോറി ലൈൻ കുറച്ചുകൂടെ ആ റഷ് എന്തിനാണ് ചെയ്തതെന്ന് ഉള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി വരും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും മസ്റ്റാണ്. ഈ ത്രില്ലർ സിനിമയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെന്ന് കണ്ടോളൂ. ഒന്നും നോക്കണ്ട, ചെന്ന് അങ്ങ് ബുക്ക് ചെയ്യുക, കാണുക. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് മലയാളത്തിൽ ഇറങ്ങിയേക്കുന്ന ഒരു കുറേ നാൾ കഴിഞ്ഞാൽ മലയാളത്തിൽ ഇറങ്ങിയേക്കുന്ന ഒരു ബെസ്റ്റ് ത്രില്ലർ സിനിമ തന്നെയാണ്. എല്ലാവരും ത്രില്ലർ ആക്ഷൻ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും പോയി കാണേണ്ട സിനിമയാണ്. ഞാനൊരു ത്രില്ലർ ഫാൻ അല്ല അത്ര. എനിക്ക് അത്ര സീരിയസ് ടൈപ്പ് അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലർ ആയിട്ടുള്ള സാധനം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എന്നിട്ട് എനിക്ക് പോലും ഭയങ്കര ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ട്രെയിലർ ഒന്നും കണ്ടില്ല, ഞാൻ ജസ്റ്റ് കയറി ചെന്ന് കാണുക ചെയ്ത്. എനിക്ക് പോലും എന്നെപ്പോലും ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അമേസിങ് ഫിലിം. ഒന്നും നോക്കാതെ പോയി കാണുക, ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പോയി കാണുക. ഞാനിപ്പോൾ ഇത്തിരി 4 ദിവസം ലേറ്റ്, 3-4 ദിവസം ലേറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്, ചെന്ന് കാണുക. ഒരു ഓഡിയൻസിൻ്റെ കൂടെ കാണാൻ കുറച്ചും കൂടെ നല്ല എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.